അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരികളെ ഇന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിലെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ ലാ എന്ന അടയാളത്തെക്കുറിച്ചാണ് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഈ പോസ്റ്റിൽ കാണുന്ന പോലെയുള്ള ലാ എന്ന് ചെറിയൊരു ലാ മുകളിൽ എഴുതിയത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുക അവിടെ വഖഫ് ചെയ്യാൻ പാടില്ല, അഥവാ നിർത്തി ഓതാൻ പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ നിയമം. നിർത്തി ഓതാൻ പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ നിയമം. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന വിശുദ്ധ ഖുർആനിലെ വിവിധ അടയാളങ്ങളും അതിൻ്റെ നിയമങ്ങളെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. ഉദാഹരണമായിട്ട് ഈ പോസ്റ്റിൽ കാണുന്ന സൂറത്തുൻ നൂറിലെ 8-ാമത്തെ വചനം, وَيَدْرَأُ عَنْهَا الْعَذَابَ أَن تَشْهَدَ أَرْبَعَ شَهَادَاتٍ بِاللَّهِ إِنَّهُ لَمِنَ الْكَاذِبِينَ. അത് സൂറത്തുൻ നൂറിലെ ഒരു പ്രത്യേക വിഷയമായി വിചാരാരോപണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ചില ശിക്ഷാ നടപടികളുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും അവിടെ ഇങ്ങനെയുള്ള ഒരു സ്ത്രീ 4 പ്രാവശ്യം അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുക, ഈ പറഞ്ഞ കളവാണെന്ന് സത്യം ചെയ്യുകയാണെങ്കിൽ ആ ശിക്ഷ ഒഴിവാകുമെന്നൊക്കെയുള്ള രീതിയിലുള്ള, അഥവാ സാക്ഷികളില്ലാതെ ആരോപിക്കപ്പെട്ട അതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഏതായിരുന്നാലും ഇവിടെ ഈ ഒരു വിഷയം, ആ പ്രസ്താവന പൂർത്തിയാകണമെങ്കിൽ എന്ത് വേണം? അത് കൂട്ടിയോ തന്നെ വേണം. അപ്പോൾ അവിടെ വഖഫ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഇനി അഥവാ ഒരാൾ ശ്വാസം നഷ്ടപ്പെട്ടൊക്കെ അവിടെ വഖഫ് ചെയ്തു പോയാലോ, അങ്ങനെ ആയാലും പിന്നെ ഇന്നഹു ലമിനൽ കാദിബീൻ എന്ന് അങ്ങനെ ഓതരുത്. നേരെ മറിച്ച് എങ്ങനെ ഓതണം? തശ്ഹദ അർബഅ ശഹാദാതിൻ ബില്ലാഹി ഇന്നഹു ലമിനൽ കാദിബീൻ. അങ്ങനെ ആവർത്തിച്ച് എടുത്ത് ഓതാണ് വേണ്ടത്. തൊട്ട് മുമ്പുള്ള 1-2 വാക്കുകൾക്ക് പുറത്തുനിന്ന് എടുത്ത് ഓതാണ് വേണ്ടത്. വേറെയും ഒരുപാട് സ്ഥലങ്ങളിൽ ഈ അടയാളം കാണാൻ സാധിക്കും. സൂറത്ത് അൽ ബഖറ 120-ാമത്തെ വചനത്തിലൊക്കെ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകും. എന്നുള്ള തുടങ്ങുന്ന ആയത്ത്, അവിടെ ജൂത ക്രിസ്ത്യാനികൾ അവരുടെ മാർഗം പിൻപറ്റുന്നവരെ താങ്കൾ ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞ ശേഷം കുൽ ഇന്ന ഹുദല്ലാഹി ഹുൽ ഹുദ, അള്ളാഹുവിൻ്റെ മാർഗമാണ് യഥാർത്ഥ മാർഗം എന്ന് പറയുക. വല ഇനിത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽമി മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. എന്നിട്ട് എല്ലാവർക്കും പാഠമാകാൻ വേണ്ടി അള്ളാഹു പറയണത്, വ്യക്തമായ പ്രമാണവും അറിവും വന്നു കിട്ടിയ ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെങ്ങാനും താങ്കൾ പിൻപറ്റിയാൽ അള്ളാഹുവിൽ നിന്നൊരു സഹായമോ രക്ഷകനോ താങ്കൾക്ക് ഉണ്ടാവുകയില്ല. അവിടെ മിനൽ ഇൽമി എന്നുള്ളതിൻ്റെ മുകളിൽ ലാ എന്ന അടയാളം കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നിർത്തിയാൽ പിന്നെ അവിടെ നിർത്താൻ പാടില്ല. അപ്പോൾ കാരണം മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, താങ്കൾക്കൊരു രക്ഷകനോ സഹായമോ ഇല്ല അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ളതായിരിക്കും പിന്നത്തെ പ്രസ്താവന വരിക. അപ്പോൾ അത് ഉദാഹരണമായിട്ട് പറഞ്ഞത് മാത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മുമ്പ് പറഞ്ഞതുപോലെ. വിശുദ്ധ ഖുർആനിലെ ആശയഭംഗിയും ആ പറയുന്ന വിഷയത്തിൻ്റെ പൂർത്തീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണിത്. അപ്പോൾ വഖഫും ഇബ്തിദാവും, വഖഫ് ചെയ്യുന്നത് എങ്ങനെ, നിർത്തുന്നത് എങ്ങനെ, എടുത്തു പോകുന്നത് എങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ്റെ മാസമായ റമളാൻ മാസത്തിൽ കൂടുതൽ ഖുർആനിക അറിവുകൾ നേടാനും അമൽ ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.